ഇറാനെയും അമേരിക്കയെയും തമ്മിലടിപ്പിക്കുന്നത് ആരാണ്? അത് ഇസ്രായേലാണെന്ന് നിസ്സംശയം പറയാം. അതിന് കാരണം ഇറാനോടുള്ള പേടിയാണ് എന്ന് ഇസ്രായേൽ സമ്മതിക്കില്ല എങ്കിലും ഇറാന്റെ മിസൈലുകളെ തന്നെ ഇസ്രായേലിന് പേടിയാണ്. അപ്പോൾ അവർക്ക് ആണവായുധം കൂടി കിട്ടിയാലോ? വലിയ ചട്ടമ്പിയെ കൊണ്ട് കവലച്ചട്ടമ്പി നാട്ടുകാരെ വിരട്ടുന്നത് പോലെയാണ് അമേരിക്കയെ യുദ്ധത്തിലേക്ക് ഇസ്രായേൽ തള്ളിവിട്ടത്. 2040 ഇസ്രയേലിനെ ഈ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കുമെന്ന ഇറാന്റെ പഴയ ആ പ്രതിജ്ഞയാണ് ഇപ്പോഴത്തെ യുദ്ധത്തിന്റെ മൂലകാരണം എന്ന് കാണാം. 1979 ഇറാനിലെ ഇസ്ലാമിക വിപ്ലവത്തിന്റെ സത്ത തന്നെ ഇസ്രായേൽ വിരോധമായിരുന്നു. അതായത് 2026 ഇസ്രായേൽ യുദ്ധം ചെയ്യുന്നതിന് കാരണം 1979 മുതൽ ഇസ്രായേലിന് ഇറാനോടുള്ള ഭീതി കാരണം ആണെന്ന് പറയാം. ഇറാനുമായി സംഘർഷാവസ്ഥ ഉരുണ്ടുകൂടിയ സമയത്ത് പലതവണ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കണ്ടു. യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് ഇറാൻ അമേരിക്കൻ പ്രതിനിധികൾ 3 തവണ ചർച്ചകൾ നടത്തിയിരുന്നു. ആണവ പദ്ധതിയാണ് ചർച്ചയുടെ അജണ്ടയെന്ന് ഇറാൻ ഓരോ തവണയും പറഞ്ഞു. ഓരോ തവണയും ബീബി എന്ന് ട്രംപ് വിളിക്കുന്ന ബെഞ്ചമിൻ നെതന്യാഹു ചർച്ചയിൽ ഇറാന്റെ മിസൈലുകളുടെ പ്രഹര പരിധി കുറയ്ക്കുന്നതും അജണ്ടയിൽ ഉൾപ്പെടുത്തണമെന്ന് ശഠിച്ചു. പക്ഷേ ഇറാൻ അതിന് തയ്യാറായില്ല. ഒരുപക്ഷെ അതാകാം 4ാം വട്ട ചർച്ചകൾക്ക് തയ്യാറെന്ന് ഇറാൻ പറയവേ തന്നെ അവരെ ആക്രമിക്കാൻ ഇസ്രായേലിന്റെ നിർബന്ധത്തിന് വഴങ്ങി അമേരിക്ക തയ്യാറായത്. യുദ്ധം 2 ആഴ്ച പിന്നിടുമ്പോൾ ഇറാനും ഇസ്രായേലും പരസ്പരം പ്രഹരിക്കുകയാണ്. ഗൾഫ് മേഖലയിലെ അമേരിക്കയുടെ കേന്ദ്രങ്ങളും ആക്രമിക്കപ്പെടുന്നു. അത് ഇപ്പോൾ വാർത്തയല്ലാതായി. ആക്രമണങ്ങൾക്ക് പുല്ലുവിലയാണ് നൽകുന്നത് എന്ന് ലോകത്തെ കാട്ടാൻ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും വിദേശമന്ത്രി അരാക്ചിയും ഉൾപ്പെടെ തെരുവുകളിൽ ഇറങ്ങിയ ചിത്രങ്ങൾ പുറത്തുവിട്ടു. ഈ ധൈര്യം നെതന്യാഹുവിന് ഉണ്ടോ എന്ന് ചില കോണുകളിൽ നിന്ന് ചോദ്യവും ഉയർന്നു. അപ്പോഴാണ് പലരും ശ്രദ്ധിക്കുന്നത് നെതന്യാഹുവിനെ പുറത്ത് കണ്ടിട്ട് കുറച്ചു നാളായി എന്ന്. അമേരിക്കൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വിമാനമായ എയർഫോഴ്സ് 1 പോലെ വൻ സുരക്ഷയുള്ള ഇസ്രായേലി പ്രസിഡന്റിന്റെ വിങ് ഓഫ് സിയോൺ ജർമ്മനിയിലാണ് എന്ന് വാർത്ത വന്നു. യുദ്ധം തുടങ്ങിയ ആദ്യ ദിവസം തന്നെ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമനിയെയും 50ഓളം പേരെയും അമേരിക്കയും ഇസ്രായേലും വധിച്ചു. അതിന് പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇറാൻ പറഞ്ഞിരുന്നു. തിരിച്ചടികളിൽ ഒന്ന് നെതന്യാഹുവിന്റെ ജീവനെടുക്കലാണെന്ന് ഇസ്രായേൽ ഭയക്കുകയും ചെയ്തു. അത് കാരണം നെതന്യാഹു ഒളിവിൽ പോയി എന്നാണ് ഇറാന്റെ പരിഹാസം. അമേരിക്ക ഇസ്രായേൽ ആക്രമണത്തിൽ ഒരു സ്കൂളിലെ 170 കുട്ടികൾ കൊല്ലപ്പെട്ടത് വിവാദമായിട്ടുണ്ട്. സംയുക്ത ആക്രമണത്തിലാണ് കുട്ടികൾ മരിച്ചത് എന്ന് ന്യൂയോർക്ക് ടൈംസ് പത്രം പോലും കണ്ടുപിടിച്ചിട്ടും ട്രംപ് അത് അംഗീകരിച്ചിട്ടില്ല. ഇറാൻ അയച്ച മിസൈൽ ലക്ഷ്യം തെറ്റി വീണതാണ് എന്ന പ്രഹസനപരമായ പ്രസ്താവനയാണ് ട്രംപ് നടത്തിയത്. അത് മനുഷ്യപ്രേമികളെ മുഴുവൻ മുറിവേൽപ്പിച്ചു. കഴിഞ്ഞ ദിവസം കുട്ടികളെ കൊല്ലി നെതന്യാഹുവിനെ വധിക്കുമെന്ന് ഇറാൻ ശപഥം ചെയ്യുകയും ചെയ്തു. പക്ഷേ അതിനു മുൻപ് തന്നെ നെതന്യാഹു അപ്രത്യക്ഷനായിരുന്നു. നെതന്യാഹു കൊല്ലപ്പെട്ടു എന്ന് വരെ പറയുന്നുണ്ട് ചിലർ. യുദ്ധത്തിനായി വെമ്പൽ കൊണ്ട നെതന്യാഹു പെട്ടെന്ന് അപ്രത്യക്ഷനാവുകയും എവിടെയെന്ന് ഇസ്രായേൽ പറയാതിരിക്കുകയും ചെയ്തതോടെ നെതന്യാഹു കൊല്ലപ്പെട്ടുവെന്ന അഭ്യൂഹം ശക്തമായി. നെതന്യാഹുവിന്റെ വീടിന് മുകളിൽ ഇറാൻ ബോംബിട്ടുവെന്നും മറ്റൊരു ആക്രമണത്തിൽ ഇസ്രായേലിന്റെ ഒരു മന്ത്രി കൊല്ലപ്പെട്ടുവെന്നും സ്ഥിരീകരിക്കാത്ത വാർത്തകൾ വന്നിരുന്നു. എന്നാൽ കോഫി കുടിക്കുന്ന വീഡിയോ പുറത്തുവിട്ട് താൻ ജീവനോടെയുണ്ടെന്ന് തെളിയിക്കുകയാണ് നെതന്യാഹു. തന്റെ മരണത്തെക്കുറിച്ചുള്ള കിംവദന്തിയെയും നെതന്യാഹു പരിഹസിക്കുന്നു. കോഫി വളരെ ഇഷ്ടമാണ് എന്നോ മരണം വരെയും കോഫി കുടിക്കും എന്നോ അർത്ഥം വരുന്ന തരത്തിലാണ് അദ്ദേഹത്തിന്റെ പരാമർശം. ഐ ആം ഡെഡ് ഫോർ കോഫി എന്നാണ് നെതന്യാഹു വീഡിയോയിൽ പറയുന്നത്. ഞാൻ എന്റെ ജനങ്ങൾക്ക് വേണ്ടി മരിക്കും എന്നും പറയുന്നു. ഈയിടെ പുറത്തു വന്ന ചിത്രത്തിൽ നെതന്യാഹുവിന് ഒരു കൈയിൽ 6 വിരലുകൾ ഉള്ളതായി കണ്ടുവെന്നും അത് നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് തയ്യാറാക്കിയ ചിത്രമാണ് എന്നും ചില കമന്റുകൾ വന്നിരുന്നു. അതായത് നെതന്യാഹുവിന്റെ വിരലുകൾക്ക് പരിക്കേറ്റുവെന്നും അത് മറയ്ക്കാൻ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് ചിത്രം തയ്യാറാക്കിയെന്നുമായിരുന്നു പലരും പറഞ്ഞത്. അത് ശരിയല്ലെന്ന് കാട്ടാൻ നെതന്യാഹു 2 കൈകളും ഉയർത്തിക്കാട്ടുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ചിത്രത്തിലേതുപോലെ വിരലുകൾ കാണണമോ എണ്ണണമോ എന്നും നെതന്യാഹു ചോദിക്കുന്നുണ്ട്. ഇതോടെ നെതന്യാഹുവിനെ കുറിച്ചുള്ള അഭ്യൂഹം അവസാനിച്ചു എന്ന് കരുതിയെങ്കിൽ തെറ്റി. പുതിയ വീഡിയോയിലും പൊരുത്തക്കേടുകൾ കണ്ടെത്തുകയാണ് നെറ്റിസൻസ്. ഇത് AI സൃഷ്ടിച്ചതാണ് എന്ന് ചിലർ പറയുന്നു. സമൂഹ മാധ്യമമായ എക്സിന്റെ, അതായത് ട്വിറ്ററിന്റെ പുതിയ രൂപമാണ് എക്സ്. അത് എല്ലാവർക്കും അറിയാമല്ലോ. എക്സിന്റെ ഫേക്ക് വീഡിയോകൾ കണ്ടെത്തുന്ന ഗ്രോക്ക് സംവിധാനത്തിൽ ചോദിച്ചപ്പോൾ നെതന്യാഹുവിന്റെ പുതിയ വീഡിയോ AI ഉപയോഗിച്ചുള്ളതാണ് എന്ന് പറഞ്ഞതായി മിസ്റ്റർ വെയിൽ എന്ന അക്കൗണ്ടിൽ പറയുന്നുണ്ട്. വീഡിയോയിൽ പല പൊരുത്തക്കേടുകളും ചൂണ്ടിക്കാട്ടുന്നു ഗ്രോക്ക്. കോഫി ഷോപ്പ് മുതൽ അവിടെ വെച്ചിരിക്കുന്ന ഷോ പീസുകളിൽ വരെ അസ്വാഭാവികത ഉണ്ടെന്ന് ഗ്രോക്ക് കണ്ടെത്തിയിട്ടുണ്ട്. ഇന്ന് വരെ പൊതു ഇടത്തിൽ കാണുന്ന തരത്തിലല്ല
നെതന്യാഹു ഈ വീഡിയോയിൽ ഉള്ളത് എന്നും ഗ്രോക്ക് പറയുന്നതായാണ് മിസ്റ്റർ വേലിന്റെ അക്കൗണ്ടിൽ ചൂണ്ടിക്കാട്ടുന്നത്. മറ്റൊരു അക്കൗണ്ടിൽ മക്വാലസ് എന്നയാൾ പറയുന്നത് വീഡിയോ സ്ലോ ആക്കിയാൽ നെതന്യാഹുവിന്റെ കോട്ടിന്റെ പോക്കറ്റ് ഭാഗത്ത് വീഡിയോയിൽ ചില പ്രകാശ വ്യത്യാസങ്ങൾ കാണാമെന്നാണ്. കൈ അനങ്ങുമ്പോഴും നെതന്യാഹുവിന്റെ കൈയിലെ കോഫിക്ക് വ്യത്യാസമുണ്ടാകുന്നില്ല. ഇസ്രയേലിന്റെ കൈവശം ഏറ്റവും മികച്ച AI സാങ്കേതിക വിദ്യ ഉള്ളതിനാൽ ഇത് AI ആണെന്ന് തോന്നുന്നു എന്നും മക്വാലസ് പറയുന്നുണ്ട്. വീഡിയോ ഒറിജിനലാണ് എന്ന് പറയുന്നവരുമുണ്ട്. ഇത് കൂടുതലും ഇസ്രയേലിൽ നിന്നുള്ളവരാണ് എന്നത് യാദൃച്ഛികമല്ല എങ്കിൽ പോലും. കോഫിയുടെ പതയുടെ അനക്കം ഭൗതികശാസ്ത്രത്തിന്റെ യുക്തിയെ ചോദ്യം ചെയ്യുന്നതാണ് എന്നതിനെ മാരിയോ നോഫാൽ എന്ന അക്കൗണ്ട് ഖണ്ഡിക്കുന്നു. അത് ക്യാമറ ആംഗിൾ കാരണം തോന്നുന്നതാണ്. ക്യാമറയിലെ ഓട്ടോ ഫോക്കസ് സംവിധാനം കാരണമാണ് കോഫി ഷോപ്പിലെ രജിസ്റ്ററിന് കൂടുതൽ തെളിമ അനുഭവപ്പെടുന്നത്. കോഫി ഷോപ്പിലെ രജിസ്റ്ററിൽ 2026 എന്ന് കാണുന്നത് എഡിറ്റ് ചെയ്തതാണ് എന്നും 2024 ശരിയായി രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നും മാരിയോ നോഫാൻ പറയുന്നുണ്ട്. നെതന്യാഹുവിന്റെ വീഡിയോ ഫേക്കാണ് എന്ന് സ്ഥാപിക്കാൻ ഇത് സ്റ്റുഡിയോയിൽ എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിക്കുകയാണ് എന്നും മാരിയോ നോഫാൽ വാദിക്കുന്നു. സമൂഹ മാധ്യമങ്ങളിൽ അങ്ങനെ തർക്കം തുടരുമ്പോഴും വീഡിയോ എപ്പോൾ എവിടെ വെച്ച് പകർത്തിയത് എന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയാകുന്നു. സ്റ്റുഡിയോകളിൽ പച്ച മാറ്റിട്ട് ചെയ്യുന്ന ക്രോമ ഷൂട്ടാണെന്നും ചിലർ വാദിക്കുന്നുണ്ട്. അങ്ങനെ വീഡിയോ പകർത്തിയാൽ പശ്ചാത്തലം ഏതുമാകാം, അത് യുദ്ധക്കളമാകാം, കോഫി ഷോപ്പുമാകാം എന്നൊക്കെയാണ് നെറ്റിസൻസ് പറയുന്നത്. സയനിസ്റ്റ് ക്രിമിനൽ പ്രധാനമന്ത്രി മരണത്തിന് കീഴ്പ്പെടുകയോ കുടുംബത്തോടൊപ്പം അധിനിവേശ പ്രദേശങ്ങളിൽ നിന്ന് രക്ഷപ്പെടുകയോ ചെയ്തുവെന്ന് ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് പ്രസ്താവനയിൽ പറഞ്ഞതായി ഇറാനിയൻ സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്തിരുന്നു. സുരക്ഷയെ കരുതി വെളിപ്പെടുത്താത്ത പ്രദേശത്ത് നിന്ന് നെതന്യാഹു വീഡിയോ ഷൂട്ട് ചെയ്തു എന്നാണ് അന്താരാഷ്ട്ര വിദഗ്ധരുടെ വിലയിരുത്തൽ. ഇറാന്റെ പ്രതികാര പ്രവർത്തനത്തിൽ ഇസ്രയേലിലും അമേരിക്കയിലും ആത്മഹത്യാ സ്ക്വാഡുകൾ സ്ഫോടനങ്ങൾ നടത്തുന്നുവെന്ന ഭയവും ഇസ്രയേലിനുണ്ട്. അതുകൊണ്ട് തന്നെ ഉന്നമിടാതിരിക്കാൻ നെതന്യാഹു മറ്റേതോ യൂറോപ്യൻ രാജ്യത്ത് ഒളിവിൽ കഴിയുന്നു എന്നുമാണ് പറയപ്പെടുന്നത്. അതിനിടെ നെതന്യാഹുവിനെ വിമർശിച്ച് മുതിർന്ന അമേരിക്കൻ സെനറ്റർ ബേണി സാൻഡേഴ്സും രംഗത്ത് വന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ഇറാനെതിരായ യുദ്ധത്തിലേക്ക് നയിച്ചത് നെതന്യാഹു ആണെന്ന് ബേണി സാൻഡേഴ്സ് പറയുന്നു. ഇപ്പോൾ യുദ്ധത്തിൽ നിന്ന് എങ്ങനെ പുറത്തു കടക്കുമെന്ന് ട്രംപിന് അറിയാതായി എന്നും ബേണി സാൻഡേഴ്സ് ആരോപിക്കുന്നുണ്ട്. ജനപിന്തുണയില്ലാത്ത ഭീകരമായ യുദ്ധമാണ് ഇറാനെതിരെ നടത്തുന്നത് എന്നും അദ്ദേഹം അവകാശപ്പെടുന്നു. യുദ്ധത്തിൽ ഇതുവരെ 1200-ലേറെ സാധാരണക്കാർ ഇറാനിൽ കൊല്ലപ്പെട്ടു. 13 US സൈനികർ കൊല്ലപ്പെട്ടു. ഇറാനിലെ 32 ലക്ഷം ജനങ്ങൾ അഭയാർത്ഥികളായി. 10,000-ലേറെ പേർക്ക് പരിക്കേറ്റു. ലെബനാനിൽ 773 പേർ കൊല്ലപ്പെട്ടു. 12 ദിവസം 16.5 ബില്യൺ US$ യുദ്ധത്തിന് ചെലവഴിച്ചത് എന്നും സാൻഡേഴ്സ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ട്രംപും നെതന്യാഹുവും തുടങ്ങിവെച്ച യുദ്ധം അന്താരാഷ്ട്ര നിയമ ലംഘനമാണ്, ഭരണഘടനാ വിരുദ്ധമാണ്. വിയറ്റ്നാമിലെയും ഇറാഖിലെയും യുദ്ധനുണകൾ നാം കണ്ടതാണ്. അവസാനമില്ലാത്ത യുദ്ധങ്ങൾ ഇനി വേണ്ട. എത്രയും വേഗം ഒരു യുദ്ധ അധികാര പ്രമേയം US കോൺഗ്രസ് പാസാക്കണമെന്നും സാൻഡേഴ്സ് പറയുന്നുണ്ട്. വിയറ്റ്നാമിനെയും ഇറാഖിനെയും കുറിച്ച് കള്ളം പറഞ്ഞ അധികാരികൾ ഇന്ന് അമേരിക്കൻ ജനതയോട് ഒരിക്കൽ കൂടി കള്ളം പറയുകയാണ്. അതിന്റെ വില നൽകേണ്ടി വരുന്നത് സാധാരണക്കാരായ ജനങ്ങളാണ്. രാഷ്ട്രീയം ഏതു തന്നെയായിക്കോട്ടെ, US ജനങ്ങൾ അവസാനമില്ലാത്ത യുദ്ധം ആഗ്രഹിക്കുന്നില്ല. അവർക്ക് വേണ്ടത് മാന്യമായ വേതനം ലഭിക്കുന്ന ജോലിയും ആരോഗ്യ സംരക്ഷണവും താങ്ങാവുന്ന താമസ സൗകര്യവുമാണ്. കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. മറ്റൊരു അർത്ഥശൂന്യമായ യുദ്ധത്തിലേക്ക് നമ്മെ കൊണ്ടുപോകാൻ ട്രംപിനെ അനുവദിക്കരുത് എന്നും ഇറാനുമായി യുദ്ധം വേണ്ടെന്നും ബേണി സാൻഡേഴ്സ് പറഞ്ഞു വെക്കുന്നു.